നമസ്കാരം സുഹൃത്തുക്കളെ. May I humbly request the central government, the parliament, to withdraw from the proposed FCRA amendment bill. As I understand, some of the clauses of the new amendment bill are against the tenets of the... ഇത് മാർ ആൻഡ്രോസ് താഴത്ത് എന്ന ക്രിസ്ത്യൻ പുരോഹിതനാണ്. വിഷയം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. FCRA ആണ്. നാളെ FCRA ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിക്കപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അമിത്ഷായായിരിക്കും മിക്കവാറും അത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഒരു പ്രത്യേക കൂട്ടർ കുറച്ച് ദിവസമായിട്ട് വലിയ കരച്ചിലും യാചനയും അപേക്ഷയും ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. ചില അപൂർവം ചിലർ ഭീഷണിയുടെ സ്വരത്തിൽ വരെ സംസാരിക്കുന്നുണ്ട്. അതായത് ഈ ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ ക്രിസ്ത്യൻ രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളും എല്ലാം കൂടെ ചേർന്ന് ഇന്ത്യയെ ആക്രമിക്കാൻ വരെ മുതിരും എന്നൊക്കെ പറഞ്ഞ ചില ക്രിസ്ത്യൻ പുരോഹിതരുണ്ട്. ആ ആളുടെ വീഡിയോ അല്ല ഞാനിപ്പോൾ കാണിച്ചത്. ഇദ്ദേഹം വളരെ മാന്യമായിട്ടാണ് പറയുന്നത്. പക്ഷേ രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയാം. ഇദ്ദേഹം ഒരു ക്രിസ്ത്യൻ ചാനലിലാണ് ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. ഇദ്ദേഹം ഈ ബില്ല് പാസ്സാക്കരുത്, അതിൽ ഭേദഗതി വരുത്തണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് മെഴുകി ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. പക്ഷേ വളരെ വിചിത്രമായിട്ടുള്ള കാര്യമാണ് കമൻറ്റിൽ നമ്മൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. സാധാരണ ആളുകൾക്ക് ഈ ക്രിസ്ത്യാനികളെ പറ്റി ഒരു തെറ്റിദ്ധാരണയുണ്ട്. സഭ പറഞ്ഞാൽ അത് അക്ഷരം പ്രതി അനുസരിക്കുന്നവരാണ് ഈ സഭാവിശ്വാസികളായിട്ടുള്ള കുഞ്ഞാടുകൾ എന്നാണ് തെറ്റായൊരു ധാരണ. തെരഞ്ഞെടുപ്പിലൊക്കെ ഈ സഭ പറയുമ്പോൾ അവർക്ക് വോട്ട് ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത്. ചിലപ്പോൾ ചില അപൂർവം സഭകളിൽ അത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇവിടെ കമൻറ്റ് സെക്ഷനിലേക്ക് നമ്മൾ നോക്കിയാൽ ഒരൊറ്റ ആൾ പോലും ഈ പാതിരിക്ക് സപ്പോർട്ട് കൊടുക്കുന്നില്ല എന്ന് കാണാം. അതായത് FCRA ബില്ല് പാസ്സാക്കിയാൽ എന്താണ് കുഴപ്പം, അതിൻ്റെ കണക്ക് കൊടുത്താൽ എന്താ പ്രശ്നം, ഈ പണം എന്തായാലും ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഉപയോഗിക്കുന്നത് എന്നാണ് അവിടെ 99% അല്ല 100% ക്രിസ്ത്യൻ നാമധാരികൾ തന്നെ അതിൽ കമൻ്റ് ഇട്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു ക്രിസ്ത്യൻ ചാനലിൽ വന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കൂട്ടരായിരിക്കും അതിലെ വ്യൂവേഴ്സ് ആയിട്ടുള്ളവർ. അപ്പോൾ അവർ തന്നെയാണ് ഈ ക്രിസ്ത്യൻ പുരോഹിതനെതിരെ നിൽക്കുന്നത്. എന്താണ് കുഴപ്പം, അത് പാസ്സാക്കുക തന്നെ വേണം, BJP സർക്കാരിന് ആർജവമുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പാസ്സാക്കണം, ഇതുവഴി വരുന്ന പണമൊന്നും ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഇവർ ഉപയോഗിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി വളരെ മോശപ്പെട്ട കമൻറ്റുകളും ഒക്കെ അതിനകത്തുണ്ട്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, FCRA ബിൽ അവതരിപ്പിക്കരുത് എന്ന് ക്രിസ്ത്യൻ പുരോഹിതർ ഇങ്ങനെ നിരന്തരം ആവശ്യപ്പെടുമ്പോൾ എന്നാൽ എന്ത് വില കൊടുത്തും അത് അവതരിപ്പിക്കണം എന്ന് പറയുന്നവരാണ് ക്രിസ്ത്യാനികളിൽ ബഹുഭൂരിപക്ഷവും എന്ന് ഈ വീഡിയോയും അതിൻ്റെ താഴെ വന്ന കമൻറ്റുകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും ഇനി ഒരു ദിവസം കൂടെ ഉള്ളൂ. മറ്റ് അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല എങ്കിൽ നാളെ പാർലമെൻറ്റിൽ FCRA ബില്ല് കൊണ്ടുവരികയും അത് പാസ്സാക്കുകയും ചെയ്യും. കാരണം പാർലമെൻറ്റിൻ്റെ പുറത്ത് നമ്മൾ ഒരുപാട് നാടകങ്ങളൊക്കെ കാണുന്നുണ്ട്. ഈ CJP സമരവും അതുപോലെ തന്നെ ബ്രിട്ടാസിൻ്റെയും റഹീമിൻ്റെയൊക്കെ ഉടായ്പകളും രാഹുൽ ഗാന്ധിയുടെ റീലെടുപ്പും മറ്റുമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ പാർലമെൻറ്റിൻ്റെ ഉള്ളിൽ സംഭവിക്കേണ്ട ചില കാര്യങ്ങളുണ്ടല്ലോ, അതായത് ആവശ്യത്തിന് വേണ്ട ഭൂരിപക്ഷവും മറ്റുമൊക്കെ അത് ഇതിനകം തന്നെ NDA മുന്നണി പ്രത്യേകിച്ചും BJP അത് സമാഹരിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. TMC പിളർത്തി, അതായത് തൃണമൂൽ കോൺഗ്രസും ഒക്കെ പിളർത്തി ആവശ്യത്തിന് MPമാർ അവിടെ നിന്ന് ചാടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ആം ആദ്മിയുടെ MPമാർ, രാജ്യസഭാ MPമാരും ഒക്കെ ഇപ്പോൾ BJPയുടെ പക്ഷത്തേക്ക് വന്ന് നിൽപ്പുണ്ട്. അതേപോലെ തന്നെ DMKയും അതിന് തയ്യാറാണ്. ഈ മണ്ഡലം പുനഃക്രമീകരണമൊക്കെ അതിനുള്ള ബില്ല് കൂടി വരുന്നുണ്ട്, അതിനൊക്കെ സമ്മതമാണ് എന്ന തരത്തിൽ പല ചെറിയ പാർട്ടികളും പ്രാദേശിക പാർട്ടികളും ഇപ്പോൾ അനുകൂലമായിട്ട് പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ അവർ അത്തരം കാര്യങ്ങളൊക്കെ അടുപ്പിച്ചുകൊണ്ട് വരുന്നു. ബില്ല് ഏത് ബില്ലാണെങ്കിലും അത് നിസ്സാരമായിട്ട് പാസ്സാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പാർലമെൻറ്റിനകത്തും അവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് നമ്മൾ കാണുന്നത് രാഹുൽ ഗാന്ധി റീലെടുക്കുന്നതും ഈ റഹീമും ബ്രിട്ടാസും കൂടെ കൊടുക്കുന്നുണ്ട്, നാടകം കളിക്കുന്നതും മറ്റുമൊക്കെയാണ്. പക്ഷേ ഇതൊന്നുമല്ല കേന്ദ്ര രാഷ്ട്രീയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഈ ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അവിടെ ബില്ലുകൾ ദോശ ചുടും പോലെ ചുട്ടുമറിക്കുന്നു എന്നാണ് നമ്മുടെ മാധ്യമങ്ങൾ തള്ളിമറിക്കുന്നത്. ഏതൊരു ബില്ല് കൊണ്ടുവരുമ്പോഴും അത് ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷേ ചർച്ചയ്ക്കെടുക്കുന്ന സമയത്ത് പ്രതിപക്ഷം വാക്കൗട്ട് ചെയ്ത് വെളിയിൽ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഭരണപക്ഷത്തിന് മറ്റൊന്നും ചെയ്യാനില്ല, അവർ വോട്ടിനിട്ട് അത് ഭൂരിപക്ഷത്തോടെ പാസ്സാക്കും. അവർ വോട്ടിന് നിൽക്കാറില്ല, അവർ ചർച്ചയ്ക്ക് നിൽക്കാറില്ല. ഈ ബില്ലെടുക്കുമ്പോൾ തന്നെ അവർ ഖോ വിളിച്ചുകൊണ്ട് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയല്ല ഇവിടുത്തെ പ്രതിപക്ഷം ചെയ്യേണ്ടത്. കാരണം ഞങ്ങൾ എന്തിന് ഈ ബില്ലിനെ എതിർക്കുന്നു എന്ന് അവർ വ്യക്തമാക്കണം, അത് ശക്തിയുക്തം വ്യക്തമാക്കണം, എങ്കിലേ ജനങ്ങൾക്കത് മനസ്സിലാവുകയുള്ളൂ. പക്ഷേ അതിന് അവസരം കൊടുത്താലും അതിന് നിൽക്കാതെ അവർ ഇറങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നഷ്ടം അവർക്ക് മാത്രമാണ്. കാരണം അവരുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് ജനങ്ങൾ വിശ്വസിക്കണമെങ്കിൽ അവരവിടെ സംസാരിക്കണം. പക്ഷേ അവരവിടെ സംസാരിക്കുന്നില്ല, സംസാരിക്കാതെ ഇറങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. നാളെ സമാനമായ ഒരു കാഴ്ച തന്നെയായിരിക്കും നമ്മൾ പാർലമെൻറ്റിൽ കാണാൻ പോകുന്നത്. FCRA ബില്ല് കൊണ്ടുവരുമ്പോൾ അത് കൊണ്ടുവരാൻ സമ്മതിക്കില്ല എന്നൊക്കെയാണ് വാർ റൂം ഗോപാൽജിയൊക്കെ പറയുന്നത്. അയാൾ ഇങ്ങനെ ഇവിടെ മാധ്യമങ്ങളുടെ മുന്നിൽ പറയും, അവിടെ ആ സംഭവം പാസ്സാക്കാൻ വേണ്ടി എടുക്കുമ്പം രാഹുൽ ഗാന്ധി ഇങ്ങേരും വാല പുറകെ ഇറങ്ങി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ വാചകമടി മാത്രമേ ഇവർക്കുള്ളൂ. FCRA ബില്ലിൻ്റെ കേസിലും നമുക്ക് നാളെ മിക്കവാറും അത് കണ്ടേക്കാം. അപ്പോൾ 24 മണിക്കൂർ കൊണ്ട് ഇത്തരക്കാർ ഇങ്ങനെ യാചനയും രോദനവും ഭീഷണിയൊക്കെ ആയിട്ട് കഴിയട്ടെ. അവരുടെ കൂട്ടത്തിലുള്ള ബഹുഭൂരിപക്ഷം വിശ്വാസികളായിട്ടുള്ള ആളുകളും FCRA ബില്ലിന് അനുകൂലമാണ് എന്ന് ഇതിനകം തന്നെ തെളിഞ്ഞു കഴിഞ്ഞു.